പ്രണയമഴ നോവൽ ഭാഗം 12A. എഴുതി അവതരിപ്പിക്കുന്നത് രശ്മി കെയർ. ആമിയുടെ മുഖത്ത് ഒരു ആശങ്ക പടർന്നു. അടുത്ത കുരിശ് ഇനി എന്താണാവോ? അത് മനസ്സിലാക്കി എന്നവണ്ണം സുബൈർ ചിരിച്ചുകൊണ്ട് ഫോണിലൂടെ സംസാരിച്ചു. അത് കണ്ടപ്പോൾ ആമിയുടെ ആശങ്ക പമ്പ കടന്നു. ഞങ്ങൾ വരാം മാഡം, ഷുവർ, എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കോളൂ. ഇത്തവണ അവിടുത്തെ കുഞ്ഞുങ്ങളോടൊപ്പമാണ് ആഘോഷം. എന്താണെന്ന ഭാവത്തിൽ ആമി കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ തിരിച്ച് അവനും കൈവിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചു. ഫോൺ വെച്ച ശേഷം സുബൈർ ഹരിതയോട് ആയി പറഞ്ഞു, ഞാൻ ഗൾഫിലുള്ളപ്പോൾ പറയാറില്ലേ, നന്ദനം ട്രസ്റ്റ് നടത്തുന്ന ബാലികാ സദനത്തെയും വൃദ്ധസദനവും അതിനോടനുബന്ധിച്ച് തന്നെ നടത്തുന്ന മെൻ്റലി ഹാൻഡിക്യാപ്ഡായ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂളും. അവിടുത്തെ സ്കൂളിൻ്റെ വാർഷികമാണ് വരുന്നത്. അതിൽ പങ്കെടുക്കാനാണ് അവർ എന്നെ വിളിച്ചത്. ഞാനും അവിടുത്തെ ഒരു സ്പോൺസർ ആണല്ലോ. എല്ലാ സ്പോൺസർമാരെയും അവർ ക്ഷണിക്കുന്നുണ്ട്. നാട്ടിൽ വരുന്നുണ്ട് എന്ന് കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. റിച്ചൂട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ വരുന്നത്? ആഘോഷവും നമുക്ക് അവിടെ വെച്ച് നടത്താം. എന്താ, സമ്മതമല്ലേ ആമി? അതെ എന്ന് അവൾ തലകുലുക്കി. നമ്മുടെ മക്കൾ ജീവിതത്തെ തൊട്ടറിയണം. അതിന് അവർക്ക് ജീവിതഗന്ധിയായ അനുഭവങ്ങൾ വേണം. അത് കൊടുക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ്. അതിനുള്ള ഏറ്റവും നല്ല അന്തരീക്ഷമാണ് അവിടെ. അവർ ചോദിക്കുന്ന എല്ലാ സൗകര്യങ്ങളും നൽകി അവരെ വളർത്തുമ്പോൾ അതൊന്നും ലഭിക്കാത്ത കുറേ പേർ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അവരും അറിഞ്ഞിരിക്കണം. എന്നാലേ സഹായിക്കാനുള്ള മനസ്ഥിതി അവർക്കുണ്ടാവൂ. ഇതെല്ലാം എനിക്ക് കിട്ടിയത് കൊച്ചാപ്പയിൽ നിന്നാണ്. കൊച്ചാപ്പ പോകുന്നിടത്ത് എല്ലാം എന്നെയും കൂട്ടുമായിരുന്നു. ഗൾഫിലേക്ക് പറിച്ചു നടപ്പെട്ടെങ്കിലും അതൊന്നും എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരുന്നില്ല. എൻ്റെ വരുമാനത്തിൽ നിന്നും കൃത്യമായ ഒരു തുക ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരുന്നു. ഞങ്ങളുടെ ഇടയിൽ സക്കാത്ത് കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട്. വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. നമുക്ക് ജീവിക്കാനുള്ള തുകയും നിങ്ങൾക്ക് ഭാവിയിലേക്ക് മാറ്റിവെച്ചതും കഴിച്ച് ബാക്കിയുള്ളവ ഞാൻ ഇങ്ങനെയാണ് ചെലവഴിക്കുക. ഇതെല്ലാം മക്കൾ വലുതാവും തോറും കുറേശ്ശെ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. മാത്രമല്ല അവർക്ക് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതിനു കൂടി വേണ്ടിയാവണം ഈ യാത്ര. ഇതെല്ലാം കേട്ട് ആമി അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആമി വന്ന് അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അവൻ്റെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം ഇക്ക, ഞാനും ഒപ്പമുണ്ട്. ഒരു ജോലി കണ്ടെത്തണം, വരുമാനമുണ്ടാക്കണം. അതിൽ നിന്നും മിച്ചം പിടിക്കുന്നവ എൻ്റെയും ഫണ്ടായി നൽകാം. അവൻ സമ്മതഭാവത്തിൽ തലകുലുക്കി. റിച്ചൂട്ടനെ സ്കൂളിൽ ചേർത്താൽ പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, സുബൈർ പറഞ്ഞു. നീ കരാട്ടയുടെ കാര്യം മറക്കരുത്. സൂരജിനെ പോലുള്ള നരാധമന്മാർ കടന്നു വന്നാൽ പിടിച്ചു നിൽക്കാൻ അത്യാവശ്യമാണ്. ഇപ്പോഴും തൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ. ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും മനുഷ്യൻ ഒറ്റയ്ക്ക് തന്നെയാണ്. അതിനിടയിൽ കിട്ടുന്ന കൂട്ടാണ് ഭർത്താവും മക്കളുമൊക്കെ. മക്കളെല്ലാം ഒരു പ്രായം കഴിഞ്ഞാൽ പറന്നു പോകും. അവരെ വളർത്തേണ്ട ചുമതല മാത്രമേ നമുക്കുള്ളൂ. പ്രതിഫലം ദൈവം തരും. ആരിൽ നിന്നും തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ നമ്മുടെ കടമ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ദുഃഖിക്കാനും ഇടവരില്ല. തോറ്റുകൊടുക്കാൻ പാടില്ല, തളരാനും പാടില്ല, പ്രത്യേകിച്ചും സ്ത്രീകൾ. അതുകൊണ്ട് തനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഇന്ന് എന്താ ഇക്ക, നല്ല മൂടാണല്ലോ. ഫിലോസഫിയൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാനൊരു സത്യം പറഞ്ഞതാണ് ആമി. താനത് തമാശ മട്ടിലാണോ എടുത്തത്?
ഞാൻ ജീവിതത്തെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു എന്ന് മാത്രം. ഇല്ല എൻ്റെ പൊന്നേ, അവൾ മറുപടിയായി പറഞ്ഞു. പറഞ്ഞതെല്ലാം ശരിയാണ്. പ്രാക്ടിക്കലാക്കാനാണ് ബുദ്ധിമുട്ട്. ഞാൻ ശ്രമിക്കാം. എന്നും എൻ്റെ ഇക്കാൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കണം എന്നേ എനിക്കുള്ളൂ. ഈ ലോകം വിട്ടു പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോണം. ഇക്കയില്ലാത്ത ഒരു നിമിഷം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. അതൊരു മുജ്ജന്മ ബന്ധമാണ്. ഇക്കാക്ക് ഞാനും എനിക്ക് ഇക്കായും. ദൈവം കൂട്ടിയോജിപ്പിച്ചത് എന്നും നിലനിൽക്കണം എന്ന പ്രാർത്ഥനയേ എനിക്കുള്ളൂ. ദൈവം അതിനുള്ള ആരോഗ്യവും ആയുസ്സും തരണേ എന്നാണ് 2 നേരവും പ്രാർത്ഥിക്കുക. സുബൈർ പറഞ്ഞു. 5 നേരത്തെ നിസ്കാരത്തിലും എൻ്റെ പ്രാർത്ഥനയും അതാണ്. എവിടെയായാലും അവൻ നിസ്കരിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. നിസ്കാരത്തഴമ്പ് അവൻ്റെ നെറ്റിയിലുമുണ്ട്. പ്രണയിച്ച് കല്യാണം കഴിച്ചു എന്ന് കരുതി അവരവരുടെ വിശ്വാസങ്ങളെ ഒന്നും മാനിക്കാതിരുന്നിട്ടില്ല. അവൾ അമ്പലത്തിലും അവൻ പള്ളിയിലും പോയി പ്രാർത്ഥിക്കും. കുട്ടികളെ 2ഇടത്തും കൊണ്ടുപോകും. ആരും അതിന് വിലക്ക് കൽപ്പിച്ചിട്ടില്ല. പിന്നെ വല്ലപ്പോഴുമല്ലേ നാട്ടിൽ വരാറുള്ളൂ. ദൂരെയുള്ള ക്ഷേത്രങ്ങളും പള്ളികളും ആയതുകൊണ്ട് ആർക്കും ഒന്നും അറിയുകയുമില്ല. സന്ദർശകരായി അവർ വന്നു പോകും. കുഞ്ഞുങ്ങൾ വലുതാവുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതികൾ അവർ സ്വീകരിക്കട്ടെ. അതാണ് ഇരുവരുടെയും തീരുമാനം. ഇപ്പോൾ അവർ കുഞ്ഞുങ്ങളല്ലേ. അവരുടെ ഉള്ളിലേക്ക് എന്തിനാണ് ഈ ജാതിയും മതവും കുത്തിവെക്കുന്നത്?